Hello guys, welcome to another video. So what should I say? Habibi, welcome to Abu Dhabi. ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് വന്നിട്ട്. അപ്പോൾ ഇന്ന് പാരൻസിൻ്റെ കൂടെ ഒരു മോളിലേക്ക് പോവാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഫുഡൊക്കെ കഴിക്കാൻ ആണ് ഞാൻ പ്ലാനിട്ട് വന്നത്. പക്ഷേ എനിക്ക് കുറച്ച് ഡയറ്ററി റിക്വയർമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം ഇന്ന് തന്നെ കയ്യോടെ വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ്. എനിക്കറിയില്ല, കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ വെയിലത്ത് എപ്പോഴും പുറത്തിറങ്ങാൻ ഞാൻ വിചാരിക്കുന്നില്ല. ഒരു 2-3 ഡേയ്സിൽ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ആവും. നല്ല ചൂടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മുഷ്രിഫ് മോളാണ്. അപ്പോൾ മുഷ്രിഫ് മോളിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങുന്നതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് വെയിൽ താഴ്ന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയം ഈ രാജ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ ഷൈ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാട്ടാ ഒരു ആശ്വാസമായത്. അമ്മേ, ഭയങ്കര ചൂട്. ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ആ പാലത്തിൻ്റെ മുകളിൽ നല്ല വ്യൂ. അവിടെ നിന്നിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വെച്ച് നിന്നതാ. എൻ്റെ അമ്മ എന്തൊരു ചൂടാ. ആൾക്കാർ മറ്റേ പുതപ്പൊക്കെ ഇട്ടിട്ടാണ് പോണേ തലയിൽ കൂടെ. ഇത്രക്ക് വെയിൽ. അത് ശരി. എന്നിട്ട് അതൊക്കെ ഇവിടെ അതിൻ്റെ നന്നായി. സേ ഹായ്. ഇത് കൊള്ളാം. അയ്യോ, ഞാൻ എത്ര കൊല്ലം ഇവിടെ വന്നിട്ട് 6 വർഷം മുന്നേ വന്നതാണ്. അച്ഛൻ ഡ്യൂട്ടിയിലാണ്. ദിസ് ഇസ് വെയർ മൈ ഡാഡ് വർക്ക്സ്. അച്ഛൻ്റെ പണിസ്ഥലം. അച്ഛൻ ഡ്യൂട്ടി കയറുന്നു അല്ലേ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് സാധനങ്ങളൊക്കെ നോക്കാനല്ലേ കുറച്ചധികം സമയം എടുക്കും. ജസ്റ്റ് ചുമ്മാ ഒന്ന് കയറിയിട്ട്. കാരണം ഞാൻ പകുതി മുക്കാ പരിപാടികളൊന്നും എൻ്റെ അത് എടുത്തില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാലോ എന്നുള്ള ഒരു പ്ലാനിൽ. അതുകൊണ്ട് എന്തൊക്കെയാണ് എനിക്ക് വാങ്ങേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കണം. മോൾ ഇസ് മച്ച് ബെറ്റർ. പുറത്തിറങ്ങാൻ പറ്റൂല. അബുദാബി ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഭയങ്കര കാം, സൈലൻറ്റ് കമ്പയർഡ് ടു ദുബായ്. അപ്പോൾ എനിക്ക് കുറേ പാർക്സും അങ്ങനെ കുറേയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് നടക്കുമോ എന്നറിയില്ല. എന്തായാലും നോക്കാം. ഞാൻ കുറേ ആയി അമ്മേനോട് ഒരു എയർ ഫ്രയർ വാങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും കൂടെ ഉണ്ടല്ലോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഹോം അപ്ലയൻസിൻ്റെ സ്ഥലത്ത് പോയിട്ട് എയർ ഫ്രയർ വാങ്ങി. പിന്നെ എനിക്കൊരു SD കാർഡല്ല, ഹാർഡ് ഡിസ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ വീണ്ടും വേറൊരു സ്റ്റോറിലേക്ക് SD കാർഡല്ല, ഹാർഡ് ഡിസ്ക് നോക്കി പോവുകയാണ്. കൂടുതൽ ഓഫർ കിട്ടുമോ എന്നറിയാം. ഇവിടുത്തെ സ്ട്രിങ്സ് ഒന്നും വലിച്ചിട്ട് ഓഫറൊന്നും കിട്ടിയില്ലല്ലേ. അയ്യോ, ഇതിൽ പോകാൻ പറ്റില്ല. വാ, എക്സിറ്റ്. താങ്ക് യു. എനിക്ക് മിക്കവാറും ഈ AC-ൻ്റെ ഒരു വല്ലാത്തൊരു തണുപ്പില്ല അച്ഛാ. ആ തണുപ്പ് കാരണം എനിക്കൊരു തൊണ്ടയിൽ ചെറിയൊരു കിച്ച് വരുമോ എന്നൊരു ഡൗട്ട്. ഷറഫ് TG. Can I vlog myself? Yep, myself. Oh, okay. In the store. Okay, yeah, that's fine. അപ്പം എന്നെ ഷറഫ് TGന്ന് അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത എന്തോ. ഞാൻ എന്നെ തന്നെ ഷൂട്ട് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറ്റും. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരികയാണ്. അവിടെയാണ് കുറച്ചും കൂടി ഓഫർ ഉള്ളതായിട്ട് തോന്നുന്നത്. അവിടെ നിന്ന് തന്നെ എടുക്കാം. വാങ്ങി ഒരു 1 TBയുടെ WD. ഇത് ഓഫറിൽ കിടക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന ബാക്കി 3 പേരെ കാണുന്നില്ല. ഇവിടെ ഞാൻ കുറേ വെറൈറ്റി നെയിംസുള്ള മീനുകളൊക്കെ കണ്ടിട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഫിലിമിങ് പറ്റില്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അതെനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നേ. ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഫിലിമിങ് പാടില്ല എന്നുള്ളത്. സാധനങ്ങൾ വാങ്ങിയതിലൊരു മോച്ചി ഒളിച്ചിരിക്കുന്നുണ്ടേ. ഫസ്റ്റ് ടൈം മോച്ചി ട്രൈ ചെയ്യാൻ പോവാണേ. ഇവർ 2 പേരും ആദ്യമായിട്ടാണ് മോച്ചി ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇത് വാങ്ങിക്കൊടുക്കാനും അവരത് ട്രൈ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായി. ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് ഇവരെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നത്. വാങ്ങിയിട്ട് അപ്പം തന്നെ തിന്നാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അതൊരു മണ്ടത്തരായിപ്പോയി.
ആ മണ്ടത്തരം എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാം. അത് ഫ്രോസൺ ആയിരുന്നു, ഭയങ്കര ഫ്രോസൺ ആയതുകൊണ്ട് അവർക്കൊന്ന് ചവക്കാൻ പോലും പറ്റിയില്ല. ബട്ട് സ്റ്റിൽ അവർ കുറച്ച് ടൈം എടുത്തിട്ട് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നൊരു സ്ക്വിഷി ആവും. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് വായിൽ ഇടാം. അങ്ങനെ ഞാനങ്ങനെ കഴിക്കാറ്. അങ്ങനെ കടിച്ചു കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ട് എന്തോ നടക്കുന്നു, ഭയങ്കര സൗണ്ട്. ഇതൊരു കാറിൻ്റെ ലോഞ്ചാണോ? കാറ് വാങ്ങിയതിൻ്റെ സെലിബ്രേഷനാന്ന് തോന്നുന്നു, അല്ലാണ്ട് ലോഞ്ചല്ല. നമ്മളിപ്പം തിരിച്ച് അച്ഛൻ്റെ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഭയങ്കര ബഹളം. ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹൈപ്പർ മാർക്കറ്റിൽ ഫിലിമിങ് പാടില്ല എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫൂട്ടേജസ് ഒന്നും അധികം ഇതിൽ ആഡ് ചെയ്യാത്തത്. കൂടുതലും എനിക്ക് വേണ്ടുന്ന ഡയറ്ററി റിക്വയർമെൻറ്റ്സ് ഉള്ള ഫുഡ്സും പിന്നെ അമ്മക്ക് കുറച്ച് സാധനങ്ങളുമാണ് വാങ്ങിയത്. ഇപ്പം കയറി ചെല്ലാൻ പോകുന്നത് R&B. ഇത് നമ്മുടെ സ്വന്തം കട. ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇവിടെ അച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി എനിക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായി. അതൊക്കെ പോയി നോക്കി സോർട്ട് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇവിടെ വന്നിട്ടുള്ളത്. വീട്ടിൽ നിന്നിടാൻ ചപ്പലില്ല, അപ്പോൾ ചപ്പൽ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാ. ഇത് കൊള്ളാം. क्यों आप ही क्यों ना स्टाफ के साथ क्यों ऐसा बात कर रहे हैं? आई डोंट केयर, यू नीड बी ऑन टाइम. വലുതാ. फिर क्या बोला? आना चाहिए. लेट നല്ലല്ലേ? लड़का बोल रहे लेट. R&B ഇപ്പം നാട്ടിലുണ്ട്, പക്ഷേ എനിക്ക് UAE R&B ആണ് ഇഷ്ടം. ഞാൻ ചെറുപ്പം മുതലേ ക്ലോത്ത്സ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കാറ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്കും അതുകൊണ്ട് R&B നാട്ടിൽ വരുന്നതിന് മുന്നേ അവർക്ക് അറിയാം. എനിക്ക് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണിക്കും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് അവർ ക്യാമറ വീഡിയോ അലൗഡ് അല്ല. അവർ പറയണത് വീഡിയോ എടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ പോയിട്ട് വേണം. ഞാൻ ഇനിയും ലഞ്ച് കഴിച്ചിട്ടില്ല, ഇവരെല്ലാവരും ലഞ്ച് കഴിച്ചതാ. എനിക്കിനി പോയിട്ട് വേണം ലഞ്ച് കഴിക്കാൻ. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇനി എന്തോരം കാര്യങ്ങൾ സോർട്ട് ചെയ്യാനുണ്ടെന്ന് അറിയോ? ആകെ കുറച്ച് ദിവസത്തേക്കാണ് വന്നിട്ടുള്ളൂ, എന്നാലും കുറേ പണിയാ. ഹായ്, താങ്ക് യു. എല്ലാവരും വെൽക്കം ടു അബുദാബി പറയാം. ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചാ. അവർ ടാപ്പ് ചെയ്യുമ്പോൾ അവരിങ്ങനെ ചോദിക്കും ദിർഹത്തിൽ പേ ചെയ്യണോ പൗണ്ടിൽ പേ ചെയ്യണോ എന്ന്. എൻ്റെ അടുത്ത് ദിർഹത്തിൽ പേ ചെയ്യാനാണ് യാസി പറഞ്ഞത്. ഞാൻ ഫ്രോസായി പോയി അവിടെ എത്തിയപ്പോൾ. ഞാൻ പൗണ്ടിൽ പേ ചെയ്തു. ഹായ്, നിങ്ങളെ എനക്കും ചെറിയൊരു പരിചയമുണ്ട്. എവിടെയാ കണ്ടു പരിചയം? നിങ്ങൾ വന്നിട്ടുണ്ട് ലണ്ടനിൽ? ഓ, അപ്പം എന്നാ അങ്ങനെ ആയിരിക്കും കേട്ടോ. മോച്ചിയുടെ അടുത്ത ഇത് തിന്നുന്ന സമയത്ത് അടുത്ത ടേക്ക് എടുക്കാനുള്ളതാണ് അച്ഛന്. ഇനി നിങ്ങളുടെ സെക്കൻഡ് റിയാക്ഷൻ എനിക്ക് കാണണം. പ്രണവ് കഴിച്ചല്ലേ? അയ്യോ, അത് ഫ്രോസൺ ആയതുകൊണ്ട് അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വെക്കണം. ഇത് ഫെയിലായി പോയല്ലോ. അത് വാങ്ങിയ പാടന്നെ അവർ കഴിച്ചായിരുന്നു. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഫ്ലേവർ എങ്ങനെയുണ്ട്? ആ, കോക്കനട്ട് നല്ലല്ലേ? അമ്മ കഴിച്ചാ? എന്നാ കഴിച്ചോ? അത് ശരി. ആടാ പറ. എന്തിനാ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന? ഇങ്ങനെ ഓരോരോ മണ്ടത്തരങ്ങൾ കണ്ണൻ്റെ. നോക്കട്ടെ, ഞാൻ വ്ലോഗ് ചെയ്യുന്ന കണ്ണ. നിന്നെ കാണിക്കുന്നുണ്ട്, നീ ഉണ്ട് ഇതിൽ. നിന്റെ ഫാന് നല്ലോണം കാണുന്നുണ്ട്. ആ, ഇപ്പം കണ്ടു നിന്നെ. കൊള്ളാം. കാർത്തിക് ബാബു, ദിസ് ഈസ് കാർത്തിക് ബാബു. പക്ഷേ ചില കാരണങ്ങളാൽ ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ റീഓപ്പൺ ചെയ്ത്. യെസ്, അതെ, ട്രോളി എടുത്ത് റെഡി ആയിട്ട് നിൽക്ക. ബൈ, see you later. ഹായ്, നമ്മൾ വന്ന ഒരു സമയം എന്താ, നമ്മൾ തിരിച്ചു പോകുന്ന സമയം എന്താ?
കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ വന്ന ഒരു സമയം ഒരു ഉച്ച സമയമാണ്. നമ്മൾ എത്ര മണിക്ക് ഇവിടെ എത്തിയേ? 1:30 ആയിട്ടുണ്ടാവും അല്ലേ? 2:00 ഓ, ഇത് നോക്ക്. നമ്മൾ ആ പാലത്തുനിന്ന് തുടങ്ങിയ വ്ളോഗിങ്ങാ. ആ പാലത്തുനിന്നായിരുന്നു വ്ളോഗിങ് തുടങ്ങിയത്. ഓ, ഈ സമയം ഇത് വലിയ കുഴപ്പമില്ല, ചൂടുണ്ട്, പക്ഷെ കുഴപ്പമില്ലാത്ത ചൂട്. ടയേർഡായില്ലേ? ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഉച്ചക്കല്ലേ തുടങ്ങിയ, ഒരു 2 സംതിങ് ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ? അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി ഇനി പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഷൂട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഞാനൊരു സി യു പറയട്ടെ. സി യു ഗായ്സ്. അപ്പം എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. ദുബായിലൊക്കെ പോയിട്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അപ്പം വീണ്ടും കാണാം. ബൈ.